RSS നിലപാടിനെ അനുകൂലിച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഭാരതത്തിന്റേത് ഒഴികെ മറ്റൊരു രാജ്യത്തിന്റെയും ഭരണഘടനയുടെ ആമുഖം മാറിയിട്ടില്ല. ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം. ആമുഖത്തിൽ മാറ്റം വരുത്തിയാണ് സോഷ്യലിസ്റ്റ്, മതേതരം എന്നീ വാക്കുകൾ ചേർത്തതെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. The preamble of any constitution is its soul. The preamble of Indian constitution is unique. The preamble has been imparted by we the people of India. And friends, except Bharat, nobody's constitution's preamble has undergone change. But this preamble for Bharat was changed by 42nd Constitutional Amendment Act of 1976, adding words socialist, secular and integrity. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഈ സത്യം പറയുമ്പോഴുള്ള അസഹിഷ്ണുത തുടർന്ന് വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉപരാഷ്ട്രപതിയും കൂടെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ രണ്ട് വാക്കുകളും അടിയന്തരാവസ്ഥ കാലത്ത് ചേർത്തത് തന്നെ എന്ന്. അംബേദ്കറുടെ സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഇത്തരത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ പുനഃപരിശോധിക്കണമെന്ന RSSന്റെ നിലപാടിനോട് അനുകൂലിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ സംസാരിച്ചിട്ടുള്ളത്. RSSന്റെ നിലപാട് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് ആ ഭരണഘടനയുടെ ആത്മാവാണ്. ആമുഖത്തിലെ ദർശനങ്ങൾ ഊന്നിക്കൊണ്ടായിരിക്കണം ഭരണഘടന വളരേണ്ടതും വായിക്കേണ്ടതും. അത്തരത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എവിടെ പരിശോധിക്കുമ്പോഴും എല്ലാ ഭരണഘടനയുടെയും ആമുഖം ആ ഭരണഘടനയുടെ ആത്മാവായും ദർശനമായും നിലകൊള്ളുന്നു. എന്നാൽ ലോകത്ത് ഭാരതത്തിൻ്റെതല്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും ആമുഖം മാറ്റത്തിന് വിധേയമായിട്ടില്ല എന്നുള്ളതാണ് ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വർഷങ്ങൾ നീണ്ട 2 വർഷത്തിലധികം നീണ്ട ഗൗരവമേറിയ ചർച്ചകളിലൂടെ ഭരണഘടന അസംബ്ലി അംഗീകരിച്ച ആമുഖമാണ് യാതൊരു ഔചിത്യ ബോധവുമില്ലാതെ മാറ്റിയത് എന്ന വിമർശനം കൂടിയാണ് ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ 1976 ഭരണഘടനയിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണഘടനാ ശില്പികൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഭരണഘടനാ ശില്പികളെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളോടുള്ള വഞ്ചനയാണ് ആമുഖത്തിൽ വരുത്തിയ മാറ്റം എന്ന ഗൗരവമുള്ള കാര്യമാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. രാജ്യത്ത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി നിലവിൽ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത വിഷയം കത്തുകയാണ്. നേരത്തെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംഘത്തിൻ്റെ RSSന്റെ സർക്കാർ ദത്താത്രേയ ഒസബളയായിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണം. അത് ഭാരതത്തിൻ്റെയും സംസ്കാരവും ആശയവും മുൻപോട്ടുള്ള യാത്രയുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന വിശദമായ ചർച്ച നടക്കണം എന്നൊരു പ്രസ്താവന ദത്താത്രേയ ഒസബളെ നടത്തിയിരുന്നു. അതിന് പിറകെ ഈ വിഷയം നിലവിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മതേതരത്വം, അത് വളരെ കൃത്യമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ളവർ ആ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മതേതരത്വം എന്നുള്ളത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമേയല്ല. കാരണം എല്ലാ മതങ്ങളെയും എല്ലാ ധർമ്മത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അതിനപ്പുറത്തേക്ക് മതേതരത്വം എന്ന വാക്കിനും ആശയത്തിനും ഭാരതത്തിൽ സ്ഥാനമില്ല. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഭാരതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്കും അല്ലെങ്കിൽ നിലവിലുള്ള യാത്രയ്ക്കും ഒന്നും ഗുണകരമാകുന്ന ആശയമല്ല എന്ന കൃത്യമായിട്ടുള്ള വാക്കുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് അതിൻ്റെ ആത്മാവാണ്. ആ ദർശനങ്ങളിൽ ഊന്നിയാകണം ഭരണഘടന വളരേണ്ടതും വായിക്കേണ്ടതും. എന്നാൽ നിർഭാഗ്യവശാൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ ആമുഖം മാത്രം മാറ്റപ്പെട്ടു, അത് തിരുത്തപ്പെട്ടു. അതും ഗൗരവമേറിയ ചർച്ചകളിലൂടെ തയ്യാറാക്കിയ ആമുഖം ഒരു ചർച്ചകളുമില്ലാതെ ഔചിത്യബോധ്യമില്ലാതെയാണ് മാറ്റിയത് എന്ന വിമർശനം കൂടിയാണ് ജഗ്ദീപ് ധൻകർ ചൂണ്ടിക്കാട്ടിയത്. അനു, ശരി ജിഷ്ണു.